ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ഹോട്ടലിൽ നിന്ന് പോലും ഇത്രയും നന്നായിട്ട് ഞാൻ ബിരിയാണി കഴിക്കാറില്ല. അത്രയ്ക്ക് അടിപൊളിയിൽ എൻ്റെ ഉമ്മ ബിരിയാണി വെക്കൂട്ടാ. ബിരിയാണിയുടെ കാര്യത്തിൽ എൻ്റെ ഉമ്മ വേറെ ലെവലാ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ തുടങ്ങാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ട്ടോ. ഇനി നമുക്ക് അരി എടുക്കാം. 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഉമ്മ എപ്പോൾ അരി എടുക്കുമ്പോഴും അതിനൊരു പിടി മാറ്റി വെക്കും ട്ടോ. പിന്നീട് ഈ മാറ്റി വെച്ച അരി എടുത്തിട്ട് അമ്മ ബിരിയാണി വെച്ച കഥ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ 1.5 കിലോ അരിക്ക് 2 കിലോ ചിക്കനാണ് ട്ടോ എടുത്തുള്ളത്. ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി അരി 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് കുതിർക്കാൻ വെക്കാം ട്ടോ. നമ്മളിന്ന് ബിരിയാണി തയ്യാറാക്കണ വിറകടുപ്പിലാണ് ട്ടോ. വിറകടുപ്പിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചട്ടിക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വഴറ്റി വെക്കണം. അതിന് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറായപ്പോൾ അതിനെ കോരി മാറ്റി വെച്ചു. അതിനുശേഷം മുന്തിരി ഇട്ട് കൊടുത്തു. അതും ഏകദേശം ബ്രൗൺ കളറായപ്പോൾ അതിനെ കോരി മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് സബോള പൊരിച്ചെടുക്കണം. സബോള പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സബോള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കനം കുറച്ചരിഞ്ഞത് 2 സബോള എടുത്തു. എന്നിട്ട് അത് ബ്രൗൺ കളറായപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. നമുക്ക് ചിക്കനെ പൊരിച്ചെടുക്കാം. ഇനി ഈ സ്റ്റെപ്പാവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്റ്റെപ്പ്, ചിക്കൻ പൊരിച്ചെടുക്കൽ. ചിക്കൻ പൊരിക്കാൻ ആദ്യം എണ്ണയ്ക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിൻ്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മണവും കിട്ടും. അങ്ങനെ ചിക്കൻ നമ്മൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു ബ്രൗൺ കളറായപ്പോൾ നമ്മളതിനെ കോരി മാറ്റി വെക്കണം. ഈ മസാലയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം. ഒരു ക്യാരറ്റ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. സബോളയും തക്കാളിയും 6 വീതം എടുക്കാം. പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം, മല്ലിച്ചപ്പ്, പുതിന, 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി കുതിർക്കാൻ വെച്ചത്. ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. RKG ഒരു 2.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ടാവും കേട്ടോ. RKG ഒക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. RKG അത് നല്ലൊന്ന് ചൂടായാൽ നമുക്ക് അതിലേക്ക് സബോള മാറ്റി കൊടുക്കാം കേട്ടോ. സബോള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റുക. സബോള ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിവിടെ 1 ടീസ്പൂൺ നിറച്ച് ഉപ്പിട്ടിട്ടാണ് വഴറ്റിയെടുത്തത് കേട്ടോ. അപ്പം നമ്മളെ സവാള ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വഴറ്റാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടിട്ട് വീണ്ടും വഴറ്റാം. പിന്നെ നമ്മൾ ആദ്യം പൊരിച്ചെടുത്തില്ലേ സബോള, അത് കുറച്ച് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളിയും കൂടി ഇട്ടിട്ട് എല്ലാതും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാതും ഒന്ന് സെറ്റ് ആവണ വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം അടച്ചു വേവിക്കാം. ഈ സമയത്ത് 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. മൂടി തുറന്നപ്പോൾ തക്കാളി സബോളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം, മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ 2 ടീസ്പൂൺ ഇട്ടുകൊണ്ട് നല്ല എരിവുണ്ടാവും ചിക്കനിൽ. അപ്പോൾ മസാലയിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച 2 ചെറുനാരങ്ങയുടെ നീരുണ്ടായില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇളക്കുക. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് മസാല ചിക്കനിലേക്ക് ആവണ വിധത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരി വേവിക്കാൻ വെക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ആഡാക്കി ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു. പട്ട ഒരു 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തു. പട്ടയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരി ഇടാം. നമ്മൾ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ദമ്മിടാം.
ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 kg ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് ചോറ് ഊറ്റിയിട്ട് അതിൽക്കിടാം. നമ്മൾ ആദ്യത്തെ ലെയർ ചോറ് റെഡി ആക്കിയാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഗരം മസാലൻ്റെ പൊടി, പൊരിച്ചെടുത്ത സബോള, മല്ലിച്ചപ്പ്, പുതിന, പൈനാപ്പിൾ ഒക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മസാലയില്ലേ അത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചോറ് എല്ലാ വശത്തേക്കും ആവണ രീതിയിൽ പരത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗരം മസാലയുടെ പൊടി വിതറി കൊടുക്കാം. മല്ലിയില വിതറി കൊടുക്കാം. നമ്മൾ പൊരിച്ചെടുത്ത സവാളയല്ലേ അതും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതില്ലേ അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ബിരിയാണിയുടെ ഫൈനൽ സ്റ്റെപ്പ് എൻ്റെ വളരെ ടേസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 1/2 kg ഫുള്ളും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ആ ചെമ്പിനെ മാറ്റി വെക്കാം. ദമ്മ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് കനൽ മുകളിൽ ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റോളം അങ്ങനെ വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. ഇന്ന് ഇമ്മില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു കഷ്ണം ചിക്കനും കുറച്ച് ചോറ് എടുത്തിട്ട് നമുക്ക് കഴിക്കാം.